ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഒരുപാട് നാളായി വീഡിയോസ് ചെയ്തിട്ട്. എനിക്ക് ഒത്തിരി തിരക്കായിപ്പോയി. ഞാനൊരു PSCയുടെ പ്രിപ്പറേഷനിലായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റാണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് പെട്ടെന്ന് ഒരു വീഡിയോ ചെയ്യാമെന്ന് തോന്നി. ഇന്നൊരു പ്ലാന്റ് അൺബോക്സിങ് വീഡിയോ ആണ്. ഞാനൊരു യൂട്യൂബ് ചാനലിൽ ഹരിതവനം എന്ന് പറയുന്നൊരു യൂട്യൂബ് ചാനൽ കണ്ടിട്ട് കുറച്ച് ചെടികൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ മേടിച്ചിട്ടുള്ള ചെടികളാണ് ഇതൊക്കെ. ഏകദേശം ഒരു 20ഓളം ചെടികൾ ഞാൻ അവരുടെ അടുത്ത് നിന്ന് മേടിച്ചിട്ടുണ്ട്. എല്ലാം തന്നെ കലാത്തിയ വെറൈറ്റികളാണ്. വളരെ അഫോർഡബിൾ പ്രൈസിൽ കണ്ടതുകൊണ്ട് മേടിച്ചതാണ്. ഹരിതവനം എന്ന ചാനലിൻ്റെ ഓണറിൻ്റേതല്ല ഈ ചെടികൾ, വേറെ ഏതോ ഒരു സെല്ലറിൻ്റെയാണ്. അവരുടെ പേരൊന്നും എനിക്കറിയില്ല. എനിക്ക് കിട്ടിയിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ചെടി ഇത് തന്നെയാണ്. നല്ല രസമുണ്ട്. ഗ്രീനിൽ വൈറ്റ് വേരിയേഷനൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുള്ള ചെടികൾ. ഓരോന്നിൻ്റെയും പേരെടുത്ത് പറയാനായിട്ട് എനിക്കറിയില്ല, പക്ഷേങ്കിൽ എല്ലാം നല്ല ചെടികളാണ്. ഈ അടുത്തിടെയായിട്ട് ഇലച്ചെടികളോട് ഭയങ്കര ഭ്രമം തോന്നുന്നുണ്ട്. ആദ്യമൊക്കെ പൂക്കളോട്, റോസാപ്പൂക്കളോടാണ് മെയിൻ ആയിരുന്നു ഇഷ്ടം കൂടുതൽ. ഇപ്പം ഇലച്ചെടികളോടും ഭയങ്കര താല്പര്യം തോന്നുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം എനിക്ക് എടുത്തുകൊണ്ട് വന്നത് ഹരിയാണ്. ഹരി എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരിയുടെ ഹസ്ബൻഡാണ്. അപ്പോൾ അവരാണ് എനിക്ക് ഈ ചെടിയൊക്കെ എടുത്തുകൊണ്ട് വന്നത്. ഈ വീഡിയോ നീ കാണുന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. കാരണം ഇതെനിക്ക് 2 ദിവസം മുന്നേ കിട്ടേണ്ടിയിരുന്ന ചെടികളാണ്. ഈ 2 ദിവസത്തെ ലീവ്, ഈദിൻ്റെ ലീവ് കാരണം എനിക്ക് കിട്ടിയില്ല. ഓഫീസും അവധിയാണ്. അപ്പോൾ ഇത് അവിടെയാണ് വന്നിട്ടുണ്ടായിരുന്നത്, ഓഫീസ് അഡ്രസ്സിൽ. അപ്പോൾ അവനോടൊന്ന് എടുത്തുകൊണ്ട് വരാമോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ എടുത്തുകൊണ്ട് വന്നു. താങ്ക് യു ഹരി. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ മേടിച്ചിട്ടുള്ള ചെടികൾ. എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതാണ് ഞാൻ ഓർഡർ ചെയ്തേക്കുന്ന ഒരേ ഒരു ഫിലോഡെൻഡ്രോൺ. ഇനിയും ഒത്തിരി ചെടികളൊക്കെ വേണമെന്നുണ്ട്. പക്ഷേ ചെടി മേടിക്കുന്നതിന് ഏറ്റവും കൂടുതൽ വഴക്ക് മേടിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നെപ്പോലെ ചെടി ഇഷ്ടപ്പെടുന്ന ആളാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങളും വീട്ടിൽ നിന്ന് ഇതുപോലെ വഴക്ക് കേട്ടിട്ടുണ്ടാവുമല്ലോ. ഞാനും കേൾക്കാറുണ്ട്. പക്ഷേ അതൊന്നും നമ്മൾ മൈൻഡാക്കില്ല. നെവർ മൈൻഡ്. നമുക്കിഷ്ടമുള്ള കാര്യങ്ങളാണല്ലോ നമുക്ക് ചെയ്യാൻ പറ്റുക. എനിക്ക് ഈ ചെടികൾ മേടിക്കുന്നതും ചെടി നടുന്നതും ഒക്കെ ഇഷ്ടമാണ്. പക്ഷേ ഒരേ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, കയ്യിൽ പൈസ ഇല്ല. എന്നാലും കിട്ടുന്ന പോലെ നമ്മൾ ചെടിയൊക്കെ മേടിക്കാറുണ്ട്, അതൊക്കെ നട്ട് വെക്കാറുണ്ട്, മാക്സിമം അതുങ്ങളെ വളർത്താറുണ്ട്. എല്ലാം എനിക്കിഷ്ടമുള്ള പരിപാടിയാണ്. അതുകൊണ്ടൊക്കെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് ഓർത്തു. ഇതാണ് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയേക്കുന്ന പ്ലാന്റ്. 5 പ്ലാന്റോളം അവർ ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട്. ഇതാണ് എനിക്ക് കിട്ടിയ പ്ലാന്റിലെ ഒരു സിങ്കോണിയം വെറൈറ്റി. ഇതാണ് കലാത്തികൾക്കിടയിൽ, ഇത്രയും കലാത്തികൾക്കിടയിൽ ഒരൊറ്റ സിങ്കോണിയം വെറൈറ്റി. ഇനി നമുക്ക് ചെടി നടുന്നിടത്തേക്ക് പോവാം. ഇതെൻ്റെ ബാക്ക് സൈഡാണ് വീടിൻ്റെ. ചെടി നടുന്നതിനും ഒരു പ്രശ്നമുണ്ട്. എനിക്കിവിടെ മണ്ണ് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. ചെടിച്ചട്ടിയും ഉണ്ടായിരുന്നില്ല. ചെടിച്ചട്ടി ഞാൻ മേടിച്ചിട്ടില്ല. ആകെ 4 ചെടിച്ചട്ടികൾ എനിക്ക് കിട്ടി. അതിലൊന്ന് ഇതാ പൊട്ടി. അതിൻ്റെ മണ്ണ് അതിൻ്റെ അകത്തുണ്ടായിരുന്നു. അത് തട്ടിയിടാൻ നോക്കിയപ്പോഴത്തേക്കും ആ ചെടിച്ചട്ടി പൊട്ടി. എന്ത് ചെയ്യാനാ? ഉള്ളതിൽ ഒന്നും കൂടി അങ്ങനെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ ചെടിച്ചട്ടികൾ അപ്രതീക്ഷിതമായിട്ട് വല്യമ്മയുടെ അവിടെ കുറച്ച് ചെടിച്ചട്ടികൾ ഒഴിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. ഇതിലൊക്കെ മണ്ണും ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കിന്ന് ചെടി നടൽ ഈസി ആയിരുന്നു. ഇപ്പം ഞാൻ അപ്പുറത്തെ വീട്ടിലെ അമ്മൂമ്മയുടെ അവിടെ പോയിട്ട് കുറച്ച് ഉണങ്ങിയ കരിയിലേക്ക് കൊണ്ടുവന്നു. ഇനി ഈ ചെടിച്ചട്ടിയിൽ പകുതിയോളം കരിയിലകൾ ഫില്ല് ചെയ്തിട്ടാണ് ഞാൻ മണ്ണ് വയ്ക്കുക. മണ്ണില്ലാത്തത് കൊണ്ട് തന്നെയാണ് കൂടുതൽ അങ്ങനെ വെക്കുന്നത്. പിന്നെ ചെടിച്ചട്ടികൾ എടുക്കാനും എടുത്ത് പൊക്കി മാറ്റി വയ്ക്കാനും ഒക്കെ എളുപ്പം കുറച്ച് മണ്ണിടുന്നതാണ്. അങ്ങനെ നമ്മൾ മണ്ണൊക്കെ ഇട്ടു. എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വീഡിയോസ് പ്രോപ്പറായിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അകത്തേക്ക് പോയി ഈ ചെടികളൊക്കെ എടുത്തുകൊണ്ട് വരാം. അപ്പോഴും അമ്മ അവിടെ ഇരുന്ന് പറയുകയാണ്, രാത്രി നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, ഇതിൻ്റെ പുറകെ നടക്കാൻ, ഇതൊക്കെ അവിടെ എടുത്ത് വെക്ക്, എന്നിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്കുന്ന അമ്മ പറയുന്നു. പക്ഷെ നമ്മളതൊന്നും കേൾക്കില്ലല്ലോ. നമുക്കിനി ഈ ചെടി നട്ട് വെച്ച് അവരൊന്ന് ജീവനോടെ ഇരുന്നാൽ മാത്രമാണ് സന്തോഷമാവുള്ളൂ. അപ്പോൾ ഇവരൊക്കെ വാരിക്കൂട്ടി നമുക്ക് ബാക്ക് സൈഡിലേക്ക് പോവാം. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ നഴ്സറി. എനിക്ക് ഏത് ചെടി കിട്ടിയാലും ഞാൻ ബാക്ക് സൈഡിൽ കൊണ്ടുപോയിട്ടാണ് നടുക. അവിടെ നിന്ന് ഒരു ജീവനൊക്കെ വെച്ചു എന്ന് തോന്നിക്കഴിയുമ്പോൾ മാത്രമാണ് ഞാൻ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുള്ളൂ. അപ്പോൾ അവിടെയാണ് മണ്ണ് കൂട്ടി വെക്കുന്നതും കരിയില എടുത്ത് വെക്കുന്നതും ഒക്കെ അവിടെയാണ്. ഇപ്പം നമ്മൾ ബാക്ക് സൈഡിൽ എത്തിയിട്ടുണ്ട്. ഇനി ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇത്രയും ചെടികൾ ഈ 3 പോട്ടിൽ നട്ട് വെക്കണം. അത് ഏറ്റവും വലിയ ടാസ്ക്കാണ്. എങ്ങനെയാണ് ഇത് നടാൻ പറ്റുമെന്നൊന്നും അറിയില്ല, പക്ഷെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നതാണ്. ഇത്രയും ചെടികൾ നട്ട് വെച്ചിട്ട് പിന്നെ ഒരിക്കലല്ല, പിന്നെ അടുത്ത ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ കാണിക്കാം. നടാൻ പറ്റാവുന്നതിൻ്റെ അത്രയും ഓരോ ചെടിച്ചട്ടിയിലും കുത്തി നിറച്ച് കുത്തി കയറ്റിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇവരൊന്ന് ജീവനോടെ നിൽക്കട്ടെ. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് പിന്നീട് എനിക്ക് പേടിയാണ് ഈ ബാക്ക് സൈഡിൽ വെക്കാനായിട്ട്. ബാക്ക് സൈഡിൽ പലപ്പോഴും വെച്ചിട്ടുള്ളപ്പോഴൊക്കെ ഈ എലിശല്യം ഉണ്ടായിരുന്നു.
അങ്ങനെ തന്നെ ഞാൻ അവിടെ ചെടി നട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു പൂച്ച സാറ് വന്ന് എത്തി നോക്കുന്നു. ഈ പാതിരാത്രി ഈ പെണ്ണുമ്പിള്ള ഇവിടെ എന്തെടുക്കുക എന്നത് വിചാരിച്ചിട്ടുണ്ടാവും. എന്നിട്ട് അതങ്ങോട്ട് പോയി നമുക്കിനി ഈ ചെടികളിൽ വെള്ളം ഒഴിക്കാം. അപ്പോൾ എല്ലാം നന്നായിട്ട് വളരണം എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ചെടികൾക്ക് വെള്ളമൊഴിച്ചു. നന്നായിട്ട് വളരും എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാം അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ്. 1-2 ചെടികളിൽ കുഞ്ഞാണ്, 1-2 ചെടികളുടെ ഇലയൊക്കെ കരിച്ചിട്ടുണ്ട് എന്നുള്ളതൊഴിച്ചാൽ ബാക്കിയെല്ലാം വളരെ ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന ചെടികളാണ്. ഇതെല്ലാം പിടിച്ച് കിട്ടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചു. ഇത് ഞാൻ സെപ്പറേറ്റ് മാറ്റി നട്ടു. എൻ്റെ ഓഫീസിലൊരു ചേട്ടൻ ഞാൻ ഇതുപോലെ ചെടി ഓർഡർ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്ക് വേണമെന്ന് പറഞ്ഞു. ഈ റാറ്റിൽ സ്നേക്ക് കലാത്തിയാണ് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പം ഇത് ഞാൻ 2 മേടിച്ചു. ഒന്ന് എനിക്കും ഒന്ന് പുള്ളിക്കും. അത് ഞാൻ പ്രത്യേകം മാറ്റി നട്ടു. അതൊക്കെ കഴിഞ്ഞ് അകത്തേക്ക് വന്നപ്പം ദാണ്ട്ര കിടക്കണു 3 ചെടി. ആർക്കും വേണ്ടാതെ അനാഥമായി ഇവിടെ കിടക്കുന്നു. ഇവരെ ഞാൻ ശരിക്കും പറഞ്ഞാൽ കണ്ടില്ല. അപ്പോൾ അവരെ നമുക്കങ്ങനെ കളയാൻ പറ്റില്ലല്ലോ. അങ്ങനെ അവരെയും എടുത്തുകൊണ്ട് നമുക്ക് വീണ്ടും ബാക്ക് സൈഡിൽ പോകേണ്ടിയിരിക്കുന്നു. അവിടെ ഏതെങ്കിലും ഒരു ചെറിയ സ്പേസ് കണ്ടുപിടിച്ച് ഇവരെ നടുക, വീണ്ടും പണി തന്നെ. അങ്ങനെ ഞാൻ ഇതൊക്കെ എടുത്തുകൊണ്ട് പോയി ഇവരൊക്കെ ഒന്ന് നട്ടു വയ്ക്കാൻ തീരുമാനിച്ചു. തിരിച്ചു വന്നപ്പോൾ ഇവിടൊക്കെ ഇതായിരുന്നു അവസ്ഥ. ഇങ്ങനെ തന്നെ ഇട്ടിരുന്നാൽ അമ്മയുടെ വായിൽ നിന്ന് നല്ല ചീത്ത കേൾക്കും. എൻ്റെ റൂമിൽ വെച്ചാണ് ഞാൻ അൺബോക്സ് ചെയ്തത് ചെടി. അപ്പോൾ അവിടെയും കുറച്ച് മണ്ണും ഇതുപോലെ പേപ്പറും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ വൃത്തിയാക്കുന്നത് ഇനി അടുത്ത ടാസ്ക്. ഇതൊക്കെ വൃത്തിയാക്കിയിട്ട് വേണം കിടന്നുറങ്ങാൻ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ.